കരയിലെന്നു കൊതിച്ചു കണ്ണീർ കനകച്ചിലമ്പു ചിലമ്പി. രാജരഥങ്ങൾ ഊർവലം പോകും മാമധുരാപുരി നീളത്തിരഞ്ഞു ചെന്തമിഴ് കോവലനെ പാവം കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി. ഇന്ന് നമുക്കൊരു പ്രത്യേക അതിഥിയാണ്. കുടുംബവിളക്ക് എന്ന സീരിയൽ കാണാത്തവരാരുമില്ല. അപ്പം അതിലെ അമൃത എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഏത് അമൃത എന്ന് പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷേ ശീതൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശീതൾ എന്ന് പറയും. അപ്പോൾ അത് തന്നെയാണ്, ആ ശീതളും ഈ അമൃതയൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി അമൃത. ആദരവോടെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു അമൃത. നമസ്കാരം. അപ്പൊ അമൃതയിലെത്തി. സന്തോഷം. കുടുംബവിളക്ക് അല്ലേ? കുടുംബവിളക്ക് കാണാത്ത ഒരു കുടുംബവും ഇല്ല. എല്ലാരും. എന്തായാലും സന്തോഷം വന്നതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. രഹസ്യങ്ങളാണ്, അത് പരസ്യങ്ങളാണ്. ഓക്കെ അമൃത, എന്തോ എങ്ങനെയാണ് ഈ കുടുംബവിളക്കിൽ എത്തിപ്പെട്ടത്? നേരത്തെ സീരിയലൊക്കെ ഉണ്ടായിരുന്നു? നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? സൂര്യ ടിവിയില് ഒരിടത്ത് രാജകുമാരി, പിന്നെ മഴവില്ല് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്റ്റാർ മാജിക് ഷോ ചെയ്തിട്ടുണ്ട്. ശരി. അതിനുശേഷമാണ് കുടുംബവിളക്കിലോട്ട് വരുന്നത്. ഓ അത് ശരി. എവിടെ പോയാലും തിരിച്ചറിയുമല്ലേ? പിന്നെ തിരിച്ചറിയും. എന്താ വിളിക്കുന്നേ? ശീതളല്ലേ? ശീതൾ. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ ഈ സീരിയലിന്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് മുഴുവൻ കുബേരൻ എന്ന സിനിമയിൽ നിന്നാണ്. ആദ്യത്തെ സെക്ടർ കേറി വാടാ മക്കളെ. തുടങ്ങാം. കേറി വാടാ മക്കളെ. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. കുബേരൻ എന്ന ചിത്രത്തിൽ ഡോക്ടറുടെ വേഷത്തിലെത്തുന്നത് ആരാണ്? എ നെടുമുടി വേണു, ബി ജനാർദ്ദനൻ, സി ഡോക്ടർ എന്ന കഥാപാത്രം ഈ സിനിമയിൽ ഇല്ല. നെടുമുടി വേണു, ജനാർദ്ദനൻ ഇല്ല. എനിക്ക് തോന്നുന്നു ജനാർദ്ദനൻ സാർ. പൂട്ടട്ടെ? ഞങ്ങളിവിടെ ലോക്കിയല്ല, പൂട്ടുകയാണ്. പൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ അമൃത എവിടെ ഇട്ട് പൂട്ടിക്കഴിഞ്ഞാ ഉണ്ടല്ലോ കുടുംബങ്ങളൊക്കെ നിൽക്കും. അയ്യോ. അപ്പം ജനാർദ്ദനൻ ബി ഞാൻ എടുത്തിട്ട് പൂട്ടി അവിടെ ഇരിക്കട്ടെ. പിന്നെ എന്തൊക്കെയാണ് ഹോബീസ്? ഷൂട്ടില്ലാത്ത ദിവസം. ഇപ്പം എവിടം വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ അപ്പൊ ഹോബി അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നും ഇല്ല. ഉറക്കം, പിന്നെന്താണ് വല്ലപ്പോഴും ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും. പിന്നെ ഇപ്പൊ ഫോൺ ഉള്ളത് കൊണ്ട് എപ്പോഴും അതിലൊക്കെ തന്നെ നോക്കി റീൽസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കും. അപ്പൊ എപ്പോഴും മൊബൈൽ ഫോൺ ആണ് കൂട്ടുകാരി. കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരുണ്ട്. അല്ല എന്താ സംശയിച്ചേ? ഞാൻ കേട്ടത് കൂട്ടുകാരൻ ഉണ്ടോന്നാ. അതന്നെ ചോദിച്ചേ. കൂട്ടുകാരുണ്ട്, അതിലെല്ലാരും ഉണ്ട്. ആൺകുട്ടികളും ഉണ്ട്, പെൺകുട്ടികളും ഉണ്ട്. അറിയാം, മനസ്സിലായി. അതാ ചോദിച്ചു ഞാൻ, കൂട്ടുകാരുണ്ടോ എന്ന് ചോദിച്ചതാണ്. കൺഫ്യൂസ് ചെയ്യല്ലേ പെട്ടെന്നല്ലേ? അത് മനസ്സിൽ എപ്പോഴും അത് കിടക്കുന്നുണ്ടോ? ഇല്ല. ആരാണ് അടുത്ത കൂട്ടുകാര്? ഇപ്പൊ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് എന്റെ സീരിയലിലെ ആതിര, KK എന്റെ അച്ഛനായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്റെ അതിലെ ചേട്ടന്മാര് പിന്നെ അവരൊക്കെയാണ്. ഏറ്റവും എത്ര ദിവസം വരും ഷൂട്ടിങ്? നമുക്കൊരു 1 to 15 സ്കെഡ്യൂളില് ഒരു 10 days ഒക്കെ എനിക്കുണ്ടാവും. ബാക്കി 20 ദിവസം ഫ്രീ അല്ലേ? അതില് വേറെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഇപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വർക്കുകൾ വേറെന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ ചെയ്യും. എന്നാലും 30 ദിവസം ബിസി അല്ലല്ലോ. ഇല്ല. ബാക്കി ദിവസം എന്ത് ചെയ്യുന്ന എനിക്കറിയണം. ഫോട്ടോഷൂട്ട് ചെയ്യും. ഫോട്ടോഷൂട്ട്. ബാക്കിയുള്ള ദിവസം അല്ല, ഞാൻ എപ്പോ ഫ്രീ ആവുന്നു ആ ഒരു ദിവസം ഫോട്ടോഷൂട്ടുകൾ ചെയ്യും. ഫ്രീ ആവുന്ന ദിവസം എന്ത് ചെയ്യും? കിടന്നുറങ്ങും. മൊത്തം ഒരു ദിവസം മുഴുവനോ? അതിന് വീട്ടുകാർ സമ്മതിക്കൂ? ഇല്ല, ഭയങ്കര പ്രശ്നം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാൻ, അമ്മ, അമ്മൂമ്മ, ബ്രദർ. അമ്മൂമ്മ, ബ്രദർ. അത് ശരി. അമ്മൂമ്മ എന്ത് ചെയ്യുന്നു? വീട്ടിലുണ്ട്. അല്ല, അമ്മൂമ്മ അഭിനയിക്കോ? ഇല്ല. എവിടെ സ്ഥലം?
എന്റെ സ്വന്തം സ്ഥലം പത്തനാപുരമാണ്, പുന്നല എന്ന് പറഞ്ഞിട്ട്. പത്തനാപുരം, അതെ അതെ. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് ഇവിടെ ട്രിവാൻഡ്രത്താണ്. അത് ശരി. ഓക്കെ, അപ്പൊ പത്തനാപുരത്തുകാരി ട്രിവാൻഡ്രത്ത് ഷൂട്ടിങ് ട്രിവാൻഡ്രത്ത് തന്നെ. ട്രിവാൻഡ്രത്ത്. അപ്പൊ ട്രിവാൻഡ്രത്ത് താമസം. അതെ. അപ്പൊ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടോ അതോ പത്തനാപുരത്താണോ? ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട്. അത് ചിരിക്കുന്നത് എന്തോ ഇന്നർ മീനിങ് പോലെ എനിക്ക് കേൾക്കണത്. കൂട്ടുകാരനുണ്ടോ എന്ന് പോലെ. അല്ലല്ല, അത് തോന്നലാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ഫോണിലല്ലേ എപ്പോഴും. അതെ. ഇന്ന് ഒരുപാട് പ്രാവശ്യം സംസാരിച്ച് കാണും. മേ ബി. ആരോട് എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു തോന്നല്. ഇന്ന് ഞാൻ അധികം ഫോണൊന്നും യൂസ് ചെയ്തില്ല. ഭയങ്കര അതുകൊണ്ടായിരിക്കും. അല്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്തിന്? ഈ ഷോയില് വരുന്നു, സാറിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. അപ്പൊ എനിക്ക് അറിയത്തില്ലല്ലോ എന്താണ് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. വളരെ ഫ്രീ ആണ്. അതിപ്പോ സംസാരിച്ചപ്പോ മനസ്സിലായല്ലോ. മനസ്സിലായി. പിന്നെ അപ്പൊ ഏതായാലും ആ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. ബി ജനാർദ്ദനൻ, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റ്സ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതും ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓ ശരി ശരി.